തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് രാജ്യവ്യാപക ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. നമ്മൾ മറന്നിട്ടില്ല, രാഹുൽ ഗാന്ധി ഏതാണ്ട് 1.5 മണിക്കൂർ എടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം, അതിൽ ഇലക്ഷൻ കമ്മീഷന് ബിജെപിക്കെതിരേക്ക് ഉന്നയിച്ച ആരോപണങ്ങൾ, അതിനൊന്നും കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്യാമ്പയിൻ രാജ്യവ്യാപകമായി നടത്തുക എന്നുള്ളത് തന്നെയാണ്. പ്രചാരണ പരിപാടിക്ക് അന്തിമ രൂപം നൽകാനായി കോൺഗ്രസ് യോഗം കൂടെ വിളിച്ചിരിക്കുകയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ചയാണ് യോഗം. ജനറൽ സെക്രട്ടറിമാരും സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു വ്യാപകമായ പ്രക്ഷോഭത്തിലേക്ക്, പ്രചാരണത്തിലേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ് വഴി. ഇതിനുള്ളൊരു മറുപടി ഇലക്ഷൻ കമ്മീഷൻ നൽകിയത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഇത് ആളുകളിലേക്ക് എത്തിക്കുക, വലിയ ചർച്ചയാക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് അടുത്ത പ്രയോഗിക്കാൻ പോകുന്ന കാര്യം. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ, എത്രത്തോളം വിപുലമായ പ്രചാരണത്തിനാണ് കോൺഗ്രസ് നേതൃത്വം, അപ്പോൾ ഇന്ത്യ സഖ്യം ഒരുങ്ങുന്നത്? അരവിന്ദ്. രാഹുൽ ഗാന്ധി ഉയർത്തിയ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണം അത് വലിയ രീതിയിൽ ചർച്ചയാക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യ പാർട്ടികൾ ഒരു മാർച്ച് നടത്തുന്നുണ്ട്. ഇതിലുപരി രാജ്യവ്യാപകമായി ഈ വിഷയം ജനങ്ങൾക്കുള്ളിലേക്ക് എത്തിക്കണം, ജനങ്ങളെ അറിയിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഒരു രാജ്യവ്യാപക ക്യാമ്പയിൻ തന്നെ കോൺഗ്രസ് തയ്യാറാക്കാൻ പോവുകയാണ്. ഇതിനൊരു അന്തിമ രൂപം നൽകുവാനാണ് ഇപ്പോൾ ഒരു അടിയന്തര യോഗം കോൺഗ്രസ് വിളിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം 4:30 ഈ യോഗം ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് ചേരുമെന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലാണ് ഈ യോഗം ചേരുക. ജനറൽ സെക്രട്ടറിമാരും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള നേതാക്കന്മാരും ഈ യോഗത്തിൽ പങ്കെടുക്കും. കൃത്യമായി PCC തലങ്ങളിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുക, ജനങ്ങളിലേക്ക് ഈ ആശയം, പ്രധാനമായും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തുക. നിങ്ങളുടെ വോട്ടിന് ഒരു വിലയില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നടപടിയിലൂടെ വ്യക്തമാക്കുന്നതെന്ന് തന്നെ കോൺഗ്രസ് ആരോപിക്കുന്നു. തീർത്തും ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എന്നതുകൂടി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ആവർത്തിക്കുകയാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിട്ടുണ്ട്. കാരണം തെളിവുകളടക്കം നിരത്തിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു ആരോപണം മുന്നോട്ട് വന്നത്. 1.5 മണിക്കൂർ നീണ്ട ഒരു വാർത്താ സമ്മേളനം, രാഹുൽ ഗാന്ധി ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷം നടത്തിയ ഏറ്റവും മികച്ച ഒരു വാർത്താ സമ്മേളനമായിട്ട് തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. കാരണം കൃത്യമായി തെളിവുകളും അതുപോലെ തന്നെ പഠനമടക്കം നടത്തിക്കൊണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ അട്ടിമറി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. മറ്റ് പ്രതിപക്ഷ പാർട്ടികളടക്കം ഒന്നടങ്കം ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട്. കൃത്യമായി അതിന് പിന്നാലെ നടന്ന ഇന്ത്യ സഖ്യ യോഗത്തിലടക്കം ഈ നിലപാടുകളും അതുപോലെ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യത്തിൽ കൃത്യമായി രാഹുൽ ഗാന്ധി മറ്റ് നേതാക്കളടക്കം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം CPM അടക്കമുള്ള പാർട്ടികൾ ഇതിൽ കൃത്യമായ ഒരു വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇത്തരം അട്ടിമറിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നടന്നിട്ടുണ്ടെന്ന കാര്യങ്ങളടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വാദങ്ങളെല്ലാം തള്ളുകയാണ്. ഇത് പണ്ട് കോൺഗ്രസ് ഉന്നയിച്ച ഒരു ആരോപണമാണ്. 2018 കോൺഗ്രസിന്റെ ചില നേതാക്കൾ സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു അനൌദ്യോഗിക വാദമുണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം, ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലെ തെളിവുകളടക്കം നിരത്തി രാജ്യത്തെ ജനങ്ങളിലേക്ക് ഇറങ്ങുവാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ബീഹാറിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഇത്തരം അട്ടിമറികൾ അവിടെ നടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുവെന്ന് തന്നെ കോൺഗ്രസ് ആരോപിക്കുന്നു. കാരണം ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലടക്കം ക്രമക്കേട് കോൺഗ്രസ് നിരന്തരം ആരോപിക്കുകയാണ്. പാർലമെന്റിലടക്കം കഴിഞ്ഞ കുറേ ദിവസമായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടരുന്നു. പക്ഷേ ഇത്തരം നിലപാടുകൾക്കെതിരെ ഇതുവരെ ഒരു അനുകൂല സമീപനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. കാരണം പ്രതിപക്ഷ പാർട്ടികൾ നൽകുന്ന പരാതികളിലൊന്നും യാതൊരുവിധ നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നില്ല. പക്ഷേ ഇത്തരം തെളിവുകളടക്കം നിരത്തിക്കൊണ്ട് അട്ടിമറി ആരോപണം ഉയർത്തുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൗനം ആശങ്കപ്പെടുത്തുന്നുവെന്ന് തന്നെ കോൺഗ്രസ് ഉയർത്തുകയാണ്. ഇതിനെതിരെ രാജ്യവ്യാപക ക്യാമ്പയിന് കോൺഗ്രസ് ഒരു അന്തിമ രൂപം തിങ്കളാഴ്ച നൽകും. ജിൽസി.